അപ്പോൾ 2 ദിവസമായിട്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ഡേ നമ്മൾ ഇവിടുന്ന് നാട്ടിലേക്ക് പോവാണ്. പിന്നെ അവിടെയാണ് കേട്ടോ കല്യാണം. സോ അവിടുന്ന് രണ്ടാമത്തെ ഡേ ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. പതിവ് പോലെ എനിക്കിന്നും ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ക്ലാസ്സിന് പോവാണ്. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ഞാൻ പാക്കിങ്ങിന് വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഒരൊറ്റ ദിവസത്തിന് മാത്രം പോണതുകൊണ്ട് തന്നെ ഒരു ദിവസത്തിനുള്ള ഡ്രസ്സ് മാത്രമേ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് മാത്രം ഒന്ന് പാക്ക് ചെയ്ത് സെറ്റാക്കി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോയി. സോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു 1:30 ഒരു ടൈമിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉമ്മാൻ്റെ അനിയത്തിനെ ഒന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഗൂഡല്ലൂരിൽ നിന്ന്. സോ അവിടെ നിന്നാണ് അപ്പോൾ നമ്മൾ ഫുഡും കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ പോവാം. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അവർ പിക്ക് ചെയ്തിട്ട് പെട്രോളൊക്കെ അടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. നമ്മൾ സ്വന്തം വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ ആകെയുള്ളൊരു ഉപകാരം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളും ഇഷ്ടപ്പെട്ട സാധനങ്ങളും കാണുമ്പോൾ നിർത്തി ആസ്വദിച്ച് കണ്ടും കഴിച്ചും പോകാമെന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന അത്ര മാക്സിമം ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഉപ്പിലിട്ട സംഭവങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തി അതൊക്കെ മേടിച്ചിട്ട് ടേസ്റ്റ് ചെയ്തു. പൈനാപ്പിളും മാംഗോ ആണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. മാംഗോ വലിയ കുഴപ്പമില്ല, പക്ഷേ പൈനാപ്പിൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പോണ ടൈമിലാണ് കേട്ടോ നമ്മൾ ചുരത്തും എത്തിയപ്പോൾ ഐസ്ക്രീം വണ്ടി കണ്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, ഐസ്ക്രീം കഴിച്ച്. അങ്ങനെ ചുരമൊക്കെ ഇറങ്ങി നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. നാട്ടിലെത്തിയ ടൈമിൽ നമ്മൾ കുറച്ച് ഓറഞ്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓറഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അതൊരു കിടിലം സ്പോട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു.
ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കിടിലം സ്പോട്ട്. നിങ്ങൾക്ക് ഇതിൽ കിടിലം സ്പോട്ടായിട്ട് തോന്നുന്നില്ലെങ്കിലും എനിക്കിത് തോന്നുന്നുണ്ട്. കാരണം ഞാനത് ഇടയ്ക്ക് എപ്പോഴേലൊക്കെ കാണലുള്ളൂ. ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ഈ ഒരു പാലത്തിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോകുമ്പോൾ ഈ പുഴ കാണാമെന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബസ്സിലൊക്കെ പോകുന്ന ടൈമിൽ എപ്പോഴും വിചാരിക്കും ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ നോക്കണമെന്ന്. അപ്പോൾ ഇതിപ്പോഴാണ് സാധിച്ചത്. കാരണം വണ്ടിയിൽ പോകുമ്പോഴേ നമുക്കത് നമ്മുടെ സൗകര്യത്തിന് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാനതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടാണ് കേട്ടോ പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫൈനലി നാട്ടിലെത്തി. വന്ന പാടെ വേഗം കുളിച്ച് ഫ്രഷായി. ബിക്കോസ് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കുറച്ച് പഴംപൊരി ഞങ്ങൾ നല്ല ചൂടോടുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും നല്ല കട്ടൻ ചായയും കുടിച്ചു. പിന്നെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഫുഡൊക്കെ കഴിച്ചപ്പോഴേക്കും ടൈം പോയത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പാട്ടൊക്കെ കേട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് എഴുന്നേറ്റ് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഫ്രഷായി ഒരുങ്ങാണ്. ബ്രേക്ക്ഫാസ്റ്റിന് വലിയ ആർഭാടങ്ങളൊന്നുമില്ല. പുട്ടും പഴമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഓഡിറ്റോറിയത്തിലെത്തി ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ചോറ് വന്നു, അച്ചാർ വന്നു, തൈര് വന്നു, മസാല വന്നു, വയറും നിറഞ്ഞു. അങ്ങനെ ഹാൻഡൊക്കെ വാഷാക്കി വന്നപ്പോഴാണ് ചുക്ക് കാപ്പി കൊടുക്കുന്നുണ്ട് എന്ന് കേട്ടത്. അങ്ങനെ അതൊരു ഗ്ലാസ് മേടിച്ച് കുടിച്ചു. പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞപ്പോഴേക്കും നമുക്ക് പോകാൻ ടൈമായി. അങ്ങനെ പുതിയണ്ണിനോട് ബൈ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി. ഇനിയിപ്പോൾ ആ കാണുന്ന മല കയറണം ഞങ്ങൾക്ക് ഞങ്ങളെ വീട്ടിലെത്തണം എന്നുണ്ടെങ്കിൽ. കേരളത്തിൽ ഇപ്പോൾ നല്ല ചൂട് കമ്മിയുള്ള ടൈമാണ് കേട്ടോ. പക്ഷെ അവിടെ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ ഒരു കുപ്പി തണുത്ത വെള്ളം അങ്ങോട്ട് മേടിച്ച് കുടിച്ച് ഇപ്പം നല്ല സമാധാനമുണ്ട്. ഇനി പോവാം. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട സെയിം സ്പോട്ടിൽ തന്നെ അങ്ങോട്ട് പോകുമ്പോഴും ഐസ്ക്രീം വണ്ടി കണ്ട്. അപ്പോൾ പിന്നെ നിർബന്ധമാണല്ലോ മേടിച്ച് കഴിക്കണമെന്ന്. അങ്ങനെ അത് കഴിച്ച്
അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഉമ്മാൻ്റെ അനിയത്തിനെ കിട്ടിയ സ്ഥലത്ത് നിന്ന് തന്നെ കൊണ്ടുപോയാക്കിയിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.